നവകേരളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകം മുഴുവനും ഒരു വലിയ മാറ്റത്തിന് വിധേയമാകുന്ന സമയമാണിത്. വിവരസാങ്കേതിക വിദ്യയിൽ പല നൂതന ആശയങ്ങളും പ്രാവർത്തികമാക്കിയ സമയം. കേരളത്തിൽ കഴിഞ്ഞ 8 വർഷങ്ങളിൽ IT രംഗത്ത് നിർണായകമായ മാറ്റങ്ങളാണ് ദൃശ്യമായത്. ആഗോള IT കമ്പനികളുടെ സ്വപ്നഭൂമിയായി മാറിയിരിക്കുന്നു കേരളം. ഒൻപതാം പഞ്ചവത്സര പദ്ധതി മുതൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുന്ന പ്രധാന മേഖലയാണ് വിവര സാങ്കേതിക വിദ്യ. IT അധിഷ്ഠിത തൊഴിലവസരങ്ങൾ രാജ്യം ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും അത് പ്രാവർത്തികമാക്കിയ സംസ്ഥാനമാണ് കേരളം. വിവര സാങ്കേതികതയുടെയും ഡിജിറ്റലൈസേഷന്റെയും ലോകത്തേക്ക് കേരളം കാലെടുത്തു വയ്ക്കുന്നത് 1990കളിലാണ്. 1990ൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരും വ്യവസായ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മയും വിഭാവനം ചെയ്ത ടെക്നോ പാർക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വ്യവസായ പാർക്കാണ്. 1998ൽ IT നയം പ്രഖ്യാപിക്കുകയും സംസ്ഥാനത്ത് ITക്ക് മാത്രമായി ഒരു വകുപ്പ് രൂപീകരിക്കുകയും തുടർന്ന് 1999ൽ സംസ്ഥാന IT മിഷൻ രൂപീകരിക്കുകയും ചെയ്തു. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ KSITM, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക്, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KSITIL, ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ICFOSS, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ KSUM, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി CDIT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അക്കാദമി ഓഫ് കേരള ICTAK, കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് KFON, കേരള സ്പേസ് പാർക്ക് KSpace എന്നിവയാണ് സംസ്ഥാനത്ത് വിവര സാങ്കേതിക പദ്ധതികൾ നടപ്പാക്കുന്ന വിവര സാങ്കേതിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഏജൻസികൾ. സംസ്ഥാനത്ത് IT നയം നടപ്പാക്കുന്നതിന്റെ ചുക്കാൻ പിടിക്കുന്ന IT മിഷൻ ഇന്ന് 1/4 നൂറ്റാണ്ടിന്റെ നിറവിലാണ്. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭരണം സുതാര്യവും കാര്യക്ഷമവുമാക്കിക്കൊണ്ട് 2023ൽ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി കേരളം മാറി. 800-ലധികം പൗരസേവനങ്ങൾ ഇപ്പോൾ ഒറ്റ ക്ലിക്കിൽ ലഭ്യമാവുന്ന തരത്തിൽ സേവനം പോർട്ടൽ നിലവിൽ വന്നു. കേരളം അതിവേഗം ഒരു ഡിജിറ്റൽ ഗവേണൻസ് സംസ്ഥാനമായി മാറുന്ന പ്രക്രിയയിലാണ്. നിലവിലുള്ള IT പോളിസി അനുസരിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമുക്ക് IT കൂടുതൽ വികസനം കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലം മാത്രം കേന്ദ്രം ആയിട്ട് വെക്കാതെ നമ്മൾ ഒരു ഡീസെൻട്രലൈസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വഴിയാണ് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പശ്ചാത്തല വികസനമാണ് കഴിഞ്ഞ 8 വർഷമായി നടക്കുന്നത്. പ്രധാന IT പാർക്കുകൾക്ക് പുറമെ കേരളമുടനീളം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള IT ഇടനാഴിയാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. കഴക്കൂട്ടം കോവളം ദേശീയപാത ബൈപ്പാസ് 66ന്റെ ഇരുവശങ്ങളിലുമുള്ള 764.19 ഏക്കർ സ്ഥലത്താണ് സംസ്ഥാനത്തെ ആദ്യ IT ഇടനാഴി നിലവിൽ വന്നത്. കഴക്കൂട്ടം കൊല്ലം, ചേർത്തല എറണാകുളം, എറണാകുളം കൊരട്ടി, കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലായി 4 IT കോറിഡോറുകൾ പൂർത്തിയാകുന്നതോടെ IT രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാകും. ഇച്ഛാശക്തിയോടുകൂടിയ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും IT പാർക്കുകളുടെ മികച്ച സേവന നിലവാരവും അതിന് വേഗം കൂട്ടുന്നു. ആഗോള IT കമ്പനികളുടെ ഇഷ്ട ഇടമായി മാറുകയാണ് കേരളം. IT കമ്പനികളെയും തൊഴിലാളികളെയും കേരളത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നമ്മുടെ സർക്കാർ ഏറെ മുന്നിലാണ്. കഴിവുറ്റ ജീവനക്കാരുടെ ലഭ്യത, മികച്ച ഗവേഷണ സൗകര്യങ്ങളും ഗുണനിലവാരവും, ഉയർന്ന ജീവിത നിലവാരം, ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളുടെ മികവ്, കുറഞ്ഞ പ്രവർത്തന ചെലവ് എന്നിവയാണ് കമ്പനികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ. 2016ൽ കേരളത്തിലെ സർക്കാർ IT പാർക്കുകൾ വഴിയുള്ള കയറ്റുമതി 9,753 കോടി രൂപയായിരുന്നു. ഇന്ന് അത് 21,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നീ പ്രധാന IT പാർക്കുകളെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ IT മേഖല അനുദിനം വളരുകയാണ്. രാജ്യത്തെ ആദ്യ IT പാർക്കായ തിരുവനന്തപുരം ടെക്നോ പാർക്ക് വർഷം തോറും വളർച്ചയുടെ പടവുകൾ കയറും. പുതുതായി ആരംഭിക്കുന്ന കമ്പനികളും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ടെക്നോ പാർക്കിന്റെ വികസനത്തിന് ആക്കം കൂട്ടി. കഴിഞ്ഞ 8 വർഷത്തിൽ കമ്പനികളുടെ എണ്ണത്തിൽ 32.43% വർധനവുണ്ടായി. 370ൽ നിന്ന് 490 ഉയർന്നു. 8.5 ദശലക്ഷം ചതുരശ്ര അടിയിൽ നിന്ന്
12.72 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള IT ഹബ്ബായി മാറി. കയറ്റുമതി വരുമാനമാകട്ടെ 5000 കോടി രൂപയിൽ നിന്ന് 13,255 കോടി രൂപയായി വളർന്നു. അതായത് 165.10% വളർച്ച. നേരിട്ടുള്ള തൊഴിൽ സൃഷ്ടിക്കലിലും 44.62% വർധനവുണ്ടായി. 5 ഘട്ടങ്ങളിലായി ജീവനക്കാരുടെ എണ്ണം 51,860 നിന്ന് 75,000 ഉയർന്നു. 3-4 കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം അതിന് തക്കോണമുള്ള നല്ലൊരു ഇതുണ്ട്. ബിക്കോസ് നമ്മുടെ ഇവിടെ തന്നെ നല്ല 3 IT പാർക്സ് ഉണ്ട്, അതല്ലാതെ ഇൻഡസ്ട്രിയൽ പാർക്സ് ഉണ്ട്, പല പല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അതല്ലാതെ തന്നെ വി ഹാവ് ഗോട്ട് എ വൈബ്രൻറ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ടു കൊളാബറേറ്റ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽസ് ആയാലും സ്കൂൾസ് ആയാലും അതുപോലെ തന്നെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് മീഡിയം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൾച്ചറലി വി ആർ വെരി ഡൈവേഴ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ആ ഒരു ലെവലിലും നമ്മൾ നല്ലൊരു ഇറ്റ്സ് ലൈക്ക് എ ബിഗ് തിങ്. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ക്രിസിലിൻ്റെ A+ ആൻഡ് സ്റ്റേബിൾ റേറ്റിംഗ് നേട്ടം ടെക്നോപാർക്കിനുണ്ട്. 2021 ആദ്യമായി ക്രിസിൽ A+ ആൻഡ് സ്റ്റേബിൾ റേറ്റിംഗ് ലഭിച്ചത്. പിന്നീട് തുടർച്ചയായി 4 വർഷങ്ങളിലും ഇത് നിലനിർത്താനായി. ക്വാഡ് പ്രോജക്റ്റ്, TCS IT ആൻഡ് ITES ക്യാമ്പസ്, ഡൗൺ ടൗൺ തിരുവനന്തപുരം പ്രോജക്റ്റ് തുടങ്ങിയവയാണ് ക്യാമ്പസിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മുൻനിര പ്രോജക്റ്റുകൾ. ഇതിനു പുറമെ ടെക്നോപാർക്ക് ഫേസ് 1-ൽ വേൾഡ് ട്രേഡ് സെന്റർ സ്ഥാപിക്കാൻ ബ്രിഗേഡ് ഗ്രൂപ്പുമായും ധാരണാപത്രം ഒപ്പിട്ടു. 10 ലക്ഷം ചതുരശ്ര അടി വലുപ്പത്തിൽ കേരളത്തിലെ 2ാമത്തെ വേൾഡ് ട്രേഡ് സെന്ററാണ് ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പിട്ടത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 4.284 ദശലക്ഷം ചതുരശ്ര അടി ബിൽറ്റപ്പ് സ്പേസ് കൂടി ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. 30,000 പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. അമേരിക്കയിലെ പ്രധാനപ്പെട്ട AI എഡ്ജ് കമ്പ്യൂട്ടിംഗ് കമ്പനികളിലൊന്നായ അർമാഡയുടെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ടെക്നോപാർക്കിലാണ് ആരംഭിച്ചത്. ഇത്തരമൊരു കമ്പനിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവ് IT വ്യവസായ മേഖലയിൽ കേരളം രാജ്യത്തിന്റെ സുപ്രധാന ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. രാജ്യത്തിന്റെ IT വികസനത്തിൽ നിർണായകമായ പങ്കുവഹിച്ച് മുന്നേറുകയാണ് ഇൻഫോപാർക്ക്. 2016-17 സാമ്പത്തിക വർഷം ഇൻഫോപാർക്കിൽ കമ്പനികളുടെ എണ്ണം 328 ആയിരുന്നു. ഇന്നത് 328-ൽ നിന്ന് 582 വളർന്നു. IT കയറ്റുമതി വരുമാനം 3000 കോടി രൂപയായിരുന്നു. അത് 11,417 കോടിയിലേക്ക് റെക്കോർഡ് വേഗത്തിൽ ഉയർന്നു. 70 ലക്ഷം ചതുരശ്ര അടിയിൽ നിന്ന് 92.6 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലേക്ക് വ്യാപിച്ചു. തൊഴിലാളികളുടെ എണ്ണം 32,800-ൽ നിന്ന് 72,000 ഉയർന്നു. ഇൻഫോപാർക്ക് ഇന്ന് ആഗോള IT ഭീമന്മാരുടെ ഇഷ്ടയിടമാണ്. അന്താരാഷ്ട്ര കമ്പനികളെ അടക്കം ആകർഷിക്കാനുള്ള സർക്കാർ ശ്രമങ്ങളുടെ വിജയമാണ് ഇത്. 20 വർഷം പൂർത്തിയാക്കുന്ന ഈ സമയത്ത് ഇൻഫോപാർക്ക് വലിയ വളർച്ചയുടെ പാതയിലാണ്. എല്ലാ പുതിയ കമ്പനികൾക്കും അതുപോലെ എക്സിസ്റ്റിംഗ് കമ്പനികൾക്കും വലിയ സപ്പോർട്ടാണ് കേരള ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയും കമ്പനികളുമായി ആശയവിനിമയം നടത്തുകയും അവരെ ഇവിടെ പ്രവർത്തനം തുടങ്ങാനും വിപുലീകരിക്കാനും ഒരുപാട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. IT ആവാസ വ്യവസ്ഥ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കാതെ കേരളത്തിന്റെ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാനാണ് സർക്കാർ ശ്രമം. കൊച്ചിക്ക് പുറമെ കൊരട്ടിയിലും ചേർത്തലയിലും ഇൻഫോപാർക്കിന് ക്യാമ്പസുകളുണ്ട്. തിരുവനന്തപുരം ആസ്ഥാനമായ IBS സോഫ്റ്റ്വെയറിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള 2ാമത്തെ ക്യാമ്പസ് കൊച്ചി ഇൻഫോപാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 300 കോടി രൂപയുടെ നിക്ഷേപമാണ് IBS കേരളത്തിൽ നടത്തിയത്. ആഗോള IT വ്യവസായത്തിൽ IBSന്റെ വളർച്ച കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന്റെ നേർസാക്ഷ്യമാണ്. ചേർത്തല ഇൻഫോപാർക്കിൽ പ്രവർത്തിക്കുന്ന ടെക്ജൻഷ്യയ്ക്ക് രാജ്യാന്തര തലത്തിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കാനായി എന്നതിൽ കേരള സർക്കാരിന്റെ പങ്ക് ചെറുതല്ല. IT മേഖലയിൽ വന്ന മുന്നേറ്റങ്ങൾ തുടരുമ്പോൾ കേരളത്തിൽ നിന്ന് വളർന്നു വന്ന IT കമ്പനി ഇന്ത്യയിലാകമാനം സ്ഥാനം പിടിച്ചു എന്നത് സംസ്ഥാന സർക്കാർ ഈ കമ്പനിക്ക് നൽകിയ പിന്തുണയുടെ കൂടി ഫലമാണ്. വി കൺസോൾ എന്ന വീഡിയോ കോൺഫറൻസിംഗ് ആപ്പിലൂടെ ടെക്ജൻഷ്യ ഇന്ത്യയിലാകെ സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ്. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വീഡിയോ കോൺഫറൻസ് ആപ്പായി മാറിയിരുന്നു വി കൺസോൾ.
കൊച്ചിയിലും ചേർത്തലയിലുമുള്ള IT പാർക്കുകളിൽ 7500 സ്ക്വയർ ഫീറ്റ് വീതമുള്ള ഓഫീസ് വാടകയില്ലാതെ നൽകി സംസ്ഥാന സർക്കാർ ടെക് ജംഗ്ഷയ്ക്കൊപ്പം നിന്നു. 2000-ഓളം കമ്പനികളിൽ നിന്ന് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് വീഡിയോ കോൺഫറൻസിങ് ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി തയ്യാറാക്കാനുള്ള അവാർഡ് ഞങ്ങൾക്ക് കിട്ടി. അതോടൊപ്പം ഞങ്ങളെ കേരള ഗവൺമെൻറ്റും കാര്യമായി സഹായിച്ചു. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും കമ്പനിക്ക് ഇങ്ങനത്തെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക്, അന്ന് മുതൽ അടുത്ത 5 വർഷത്തേക്ക് റെൻറ്റ് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ഈ 2 പാർക്കിലും 7500 സ്ക്വയർ ഫീറ്റ് വീതം തന്നിട്ടുണ്ട് ഞങ്ങളുടെ R&Dയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. കേരള സർക്കാരും മറ്റ് സംസ്ഥാനങ്ങളും ഇപ്പോൾ വി കൺസോൾ ആപ്പ് വിജയകരമായി ഉപയോഗിക്കുന്നു. മലബാറിന്റെ IT സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ കോഴിക്കോട് സൈബർ പാർക്കിന് അനന്ത സാധ്യതകളാണ് മുന്നിലുള്ളത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ കമ്പനികളുടെ എണ്ണം 4-ൽ നിന്ന് 83 വളർന്നു. ആകെ 2200 IT പ്രൊഫഷണലുകൾ ജോലി ചെയ്യുന്ന ഇവിടുത്തെ കയറ്റുമതി വരുമാനം 2.97 കോടിയിൽ നിന്ന് 121 കോടി രൂപയിലേക്ക് ഉയർന്നു. 4 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. കേരളത്തിന്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്നതിൽ IT പാർക്കുകളുടെ പങ്ക് വലുതാണ്. അതുപോലെ നമ്മുടെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും സമാനതകളില്ലാത്ത നേട്ടത്തിലേക്ക് കുതിക്കുകയാണ്. ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ ലിറ്റിൽ ടീനിന്ന് അല്ലേ? You had your breakfast? ഫുഡ് കഴിച്ചോ? യൂറോപ്പിലടക്കം പല വിദേശ രാജ്യങ്ങളിലെയും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ മലപ്പുറത്തെ അരീക്കോട് നിന്ന് ഒരു സംഘം ചെറുപ്പക്കാരുണ്ട്. ഇന്റർവെൽ എന്ന വിദ്യാഭ്യാസ ടെക് സ്റ്റാർട്ടപ്പിലൂടെ വിദ്യാഭ്യാസ മേഖലയെ സാമൂഹിക സേവനമായി കണ്ടാണ് ഈ ചെറുപ്പക്കാരുടെ പ്രവർത്തനം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്തു തുടങ്ങിയ സംരംഭം പിന്നീട് ഒരു കുട്ടിക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഓൺലൈൻ ട്യൂഷനിലേക്ക് മാറി. 2021 ഇതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയായി രജിസ്റ്റർ ചെയ്തത്. 2023 ഫിൻലൻഡിൽ നടന്ന ആഗോള ടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഏക സ്റ്റാർട്ടപ്പ് ആയിരുന്നു ഇന്റർവെൽ. 5000-ലധികം അധ്യാപകരുടെ ശക്തമായ നിര തന്നെ ഇവർക്കുണ്ട്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. നിലവിൽ 60 രാജ്യങ്ങളിൽ ഇവർ സേവനം നൽകുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷന് മാത്രമല്ല, KDISC അല്ലെങ്കിൽ കിഫ്ബി പോലെയുള്ള ഓർഗനൈസേഷൻസിനും അവർക്ക് സ്റ്റാർട്ടപ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. KSIDC പോലെയുള്ള ഓർഗനൈസേഷൻസിന്റെ ഹെൽപ്സ് നമുക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ ബാക്കിയുള്ള ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന സപ്പോർട്ട് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുവാനും അതുപോലെ തന്നെ തുടങ്ങിയിട്ട് അതിനെ ഒരു പോയിന്റിലേക്ക് സ്കെയിൽ ചെയ്യാനുള്ള ഒരു ആവാസ വ്യവസ്ഥ ഇന്ന് കേരളത്തിൽ ഓൾറെഡി നല്ല രീതിയിൽ അത് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിച്ച വിവിധ സംരംഭക സൗഹൃദ പരിപാടികൾ, വ്യവസായ വകുപ്പിന്റെ പിന്തുണ എന്നിവ ബിസിനസ് വ്യാപിപ്പിക്കാൻ സഹായകരമായി. കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് നയം എത്തിയതിനു പിന്നാലെ വൈവിധ്യമാർന്ന ആശയങ്ങളുമായി നിരവധി ചെറുപ്പക്കാരാണ് എത്തിയത്. നമ്മൾ മറ്റ് MNC കമ്പനീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടപ്പ് കുറച്ചും കൂടി വൈഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് കൾച്ചർ ആയാലും അതുപോലെ തന്നെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആയാലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ കുറച്ചും കൂടി ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കേരളത്തിൽ സ്റ്റാർട്ടപ്പിൽ കാണാൻ പറ്റും. 2016 കേവലം 300 സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് 6200 ഉയർന്നിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി 525-ലധികം ഇന്നൊവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററുകൾ IEDCകൾ പ്രവർത്തിക്കുന്നു. കേരളത്തിന്റെ മാറിയ സാമൂഹിക പശ്ചാത്തലം സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ അനുകൂല സാഹചര്യമൊരുക്കി. ഏതൊരു പ്രൊഫഷണലിലും ഒരു മിനിമം ക്യാപിറ്റലും സർക്കാരിൻ്റെ പിന്തുണയോടും കൂടി ഒരു പുതിയ സംരംഭം തുടങ്ങാമെന്നുള്ള രീതിയിലേക്ക് കേരളം പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ 8 വർഷത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് 150ഓളം സ്റ്റാർട്ടപ്പുകളിലേക്കായി 5800 കോടിയിലധികം രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്കെത്തി. 900-ലധികം ആശയങ്ങൾക്ക് പ്രാരംഭഘട്ട ധനസഹായമായി 50 കോടി രൂപ അനുവദിച്ചു. ഫണ്ടിങ്ങിലും നിക്ഷേപത്തിലും കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഗണ്യമായ വളർച്ച കൈവരിച്ചു. പല രീതികളിലുള്ള സഹായ സഹകരണങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് കൺവേർജ് ചെയ്ത് ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് കഴിഞ്ഞ 8 വർഷത്തിൽ നമ്മൾ കണ്ടത്.
സ്റ്റാർട്ടപ്പ് മേഖലയിലെ തുടക്കക്കാരെയും സംരംഭകരെയും നിക്ഷേപകരെയും ഒരേ വേദിയിലെത്തിക്കുന്ന ഹഡിൽ ഗ്ലോബൽ പോലെയുള്ള ഇവന്റുകൾ ഇതിന് ആക്കം കൂട്ടി. അമേരിക്കയ്ക്ക് പുറമെ IMTയുടെ സെന്റർ ഫോർ ബിറ്റ്സ് ആൻഡ് ആറ്റംസ് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഉൾപ്പെടെ 22 മിനി ഫാബ് ലാബുകൾ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും ഊർജ്ജസ്വലമായ മേക്കർ കമ്മ്യൂണിറ്റികളിലൊന്നാണ് കേരളം. ലോകത്തെ തന്നെ ഇലക്ട്രോണിക്സ് എക്കോസിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്യുബേറ്റേഴ്സ് ബിൽഡ് ചെയ്യുന്നു എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നതിനെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ 2016 ഈ പദ്ധതി രേഖ തയ്യാറാക്കി ഇന്ന് കാണുന്ന ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഇൻക്യുബേറ്ററായ മേക്കർ വില്ലേജ് ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അന്ന് സാങ്ഷൻ ചെയ്ത 3 പ്രോജക്റ്റുകളിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് കേരളത്തിലെ ഈ മേക്കർ വില്ലേജ് തന്നെയാണ് വളർന്നു വന്നത് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. സ്റ്റേറ്റ്സ് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ദേശീയ തലത്തിൽ 2022 ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം കേരളം സ്വന്തമാക്കിയിരുന്നു. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിന്റെ അഫോർഡബിൾ ടാലന്റ് റാങ്കിങ്ങിലും കേരളം ഏഷ്യയിൽ ഒന്നാമതെത്തിയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക് ഉൾപ്പെടെയുള്ള നവസാങ്കേതിക വിദ്യകളുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ടെക്നോസിറ്റിയിൽ ഒരു എമർജിംഗ് ടെക്നോളജി ഹബ്ബും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബഹിരാകാശ, എയ്റോസ്പേസ്, പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു പ്രധാന കേന്ദ്രമാക്കി കേരളത്തെ വികസിപ്പിക്കാൻ കേരള സ്പേസ് പാർക്കും വിഭാവനം ചെയ്തിരിക്കുകയാണ് സർക്കാർ. രാജ്യത്തെ നിർമ്മിത ബുദ്ധിയുടെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സർക്കാർ. ഇതിനായി കൊച്ചിയിൽ ആഗോള ടെക് കമ്പനിയായ IBMുമായി ചേർന്ന് സർക്കാർ രാജ്യാന്തര ജെൻ AI കോൺക്ലേവ് സംഘടിപ്പിച്ചു. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ കൂടുതൽ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ ജെൻ AI കോൺക്ലേവ് മുതൽക്കൂട്ടായി. റോബോട്ടിക് മേഖലയിലെ രാജ്യത്തെ തന്നെ ആദ്യ ഇന്റർനാഷണൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിനും കൊച്ചിയാണ് വേദിയായത്. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായതിലൂടെ കേരളത്തിലെ IT വ്യവസായ വളർച്ചയും ത്വരിതപ്പെട്ടു. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുന്നോടിയായി IT കമ്പനി പ്രതിനിധികളുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച ഇതിന്റെ നേർസാക്ഷ്യമാണ്. കേരളത്തിൻ്റെ ഒരു വികസന ഘട്ടമാണിത്. ഞങ്ങളൊരു സംസ്ഥാനത്തിന് ഒരു തറച്ചു നിൽപ്പിൻ്റേതായ ഘട്ടമുണ്ടായിരുന്നു. അതിന് മറികടന്ന് നല്ല രീതിയിൽ ഓരോ മേഖലയിലും മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് നോക്കിയാൽ നല്ല യോഗ്യതയുള്ളവർ, നല്ല ടാലൻ്റ് ഉള്ളവരാണ് പലരും. അത്തരം ആളുകളെ ഇവിടെ തന്നെ നിർത്തുക എന്നത് സാധിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. IT വ്യവസായ വികസനത്തിനൊപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിയ 8 വർഷങ്ങളാണ് കടന്നുപോയത്. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന സർക്കാരിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 2023 K-ഫോൺ പദ്ധതി ആവിഷ്കരിച്ചു. കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റായ K-ഫോൺ ഇന്ന് വിജയകരമായി മുന്നേറുകയാണ്. കോട്ടൂർ വനമേഖലയിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചെത്തുന്ന വാലിപ്പാറ പ്രദേശം. മൊബൈൽ നെറ്റ്വർക്ക് പോലും പരിമിതമായ ഇടം. എന്നാൽ ഇവിടെയുള്ള സാമൂഹിക പഠനമുറിയിലെ കുട്ടികൾക്ക് ഇന്റർനെറ്റും അനുബന്ധ സൗകര്യങ്ങളും സുപരിചിതമാണ്. K-ഫോൺ കണക്ഷൻ ലഭിച്ചതോടെ അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം ഇവരുടേത് കൂടിയായി. ഇപ്പോൾ സ്കൂളിൽ തന്നെ എല്ലാ മെസ്സേജും അവർ വാട്സപ്പിലാണ് ഇടുന്നത്. അപ്പം നമുക്ക് അങ്ങ് ഉള്ളിലോട്ട് പോയാൽ മാത്രമേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ. ഇപ്പം എല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഹാപ്പിയാണ്. സ്കൂൾ സമയത്തിന് ശേഷവും അവധി ദിവസങ്ങളിലും വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ പഠനമുറിയിലേക്ക് എത്തുന്നത്. പഠനം മെച്ചപ്പെടുത്തുന്നതിനും ലോകത്തിന്റെ വൈവിധ്യമാർന്ന കാഴ്ചകൾ പരിചയപ്പെടുന്നതിനും ഇതിലൂടെ അവസരമൊരുക്കുന്നു. കേരളത്തിലെ ആദിവാസി ഊരുകൾ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ വൈദ്യുതി ഉണ്ടെങ്കിൽ വൈഫൈ കണക്ഷൻ ലഭ്യമാക്കുന്ന വിപ്ലവകരമായ ദൗത്യവുമായാണ് K-ഫോൺ ചുവടുറപ്പിച്ചത്. ലോകം മുഴുവൻ ഡിജിറ്റൽ ശൃംഖലയുടെ ഭാഗമായപ്പോഴും കണക്ടിവിറ്റി ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയവരെ കണക്റ്റിംഗ് ദ അൺകണക്റ്റഡിലൂടെ പുതിയ ലോകവുമായി ചേർത്ത് നിർത്തുകയാണ് ഇവിടെ.
കെ ഫോൺ 76,000 കണക്ഷൻ എത്തി നിൽക്കുകയാണ്. നമ്മൾ ഈ മാർച്ച് 2025 1,00,000 കണക്ഷനും ബൈ ഡിസംബർ 2025 നമ്മളൊരു 3 lakh കണക്ഷൻസും ഡെഫിനറ്റ്ലി എത്തും. ഗവൺമെൻറ് ഒരു അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പല പ്രതിസന്ധികളുണ്ടെങ്കിലും പല പ്ലെയേഴ്സ് ആ മാർക്കറ്റിലുണ്ടെങ്കിലും വിശ്വാസ്യത കൂടി വരികയാണ്. കെ ഫോണിൻ്റെ പുറത്തുള്ള ആ ബ്രാൻഡിൻ്റെ വിശ്വാസ്യത കൂടി വരികയാണ്. നമ്മളുടെ സ്റ്റെബിലിറ്റി, നമ്മളുടെ സ്പീഡ് എല്ലാം ഒന്നാം തരമാണ്. 99.9% ആണ് SLA. മാർക്കറ്റിലുള്ള ഏത് പ്ലെയേഴ്സിൻ്റെയും കാട്ടി ബെറ്ററായിട്ട് ഞങ്ങൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. സാങ്കേതിക സൗകര്യങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തണം എന്ന കേരള സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് കെ ഫോൺ യാഥാർത്ഥ്യമായത്. 31,153 കിലോമീറ്ററുകൾ ഫൈബർ ഓപ്റ്റിക് കേബിൾ പൂർത്തീകരിച്ച് കെ ഫോൺ നിലവിൽ സമ്പൂർണ്ണ സജ്ജമാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ ഇന്റർനെറ്റ് കണക്ഷനുകൾ കെ ഫോൺ മുഖേന നൽകി വരുന്നുണ്ട്. നിലവിൽ 30,438 സർക്കാർ സ്ഥാപനങ്ങളിൽ കണക്ടിവിറ്റി സജ്ജമാക്കി. 23,642 സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തും കണക്ടിവിറ്റി സൗകര്യം ലഭ്യമാക്കാനുള്ള നെറ്റ്വർക്ക് ശേഷി കെ ഫോണിനുണ്ട്. അതിനാവശ്യമായ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, വൈദഗ്ധ്യമുള്ള ജീവനക്കാർ തുടങ്ങിയവയെല്ലാം കെ ഫോണിൽ പൂർണ്ണ സജ്ജമാണ്. കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം കൂടി വികസന വളർച്ച നേടിയ 8 വർഷങ്ങളാണ് 2016 മുതൽ 2024 വരെയുള്ള കാലയളവ്. ഇതിനിടയിൽ കോവിഡ് മഹാമാരി കാലത്താണ് ഡിജിറ്റൽ അഡോപ്ഷൻ അഥവാ പുത്തൻ സാങ്കേതികവിദ്യ പ്രയോഗം ഏറ്റവും വേഗത്തിൽ പ്രായഭേദമന്യേ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയത്. ഡിജിറ്റൽ മേഖല അടിസ്ഥാനമാക്കി വളരെ വിപുലമായ ഒരു വിജ്ഞാന രംഗം കെട്ടിപ്പടുക്കാനാണ് സർക്കാർ ശ്രമം. സാങ്കേതികവിദ്യയുടെ ആഗോള കേന്ദ്രമായി കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നൽകുന്ന പങ്ക് ചെറുതല്ല. സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള ഡിജിറ്റൽ പരിഹാരം കണ്ടെത്തുന്നതിനും സഹായം നൽകുന്നതിനും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സർക്കാരിനൊപ്പമുണ്ട്. സ്റ്റാൻഫോർഡ് പോലുള്ള യൂണിവേഴ്സിറ്റീസ്, ഹാർവാർഡ് പോലുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർ എന്തുകൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്നു നോക്കിയാൽ അവരുടെ ഒരു ഓൺടർപ്രണറൽ തിങ്കിങ് ആണ്. അതൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് പോലും ഒരു ഇൻ്റർനാഷണൽ അറ്റൻഷൻ വന്നു. എന്നാൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും നമ്മുടെ ഇവിടുത്തെ IT എക്കോസിസ്റ്റത്തിലൊരു മേജർ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നോക്കിയാലും അത് തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു എൻറ്റയർ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. ഇലക്ട്രോണിക്സ് ലാബ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ലാബ് തുടങ്ങിയ മികച്ച ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയാണ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുന്നോട്ടു പോകുന്നത്. കേരളത്തെ ഒരു നോളജ് ഇക്കോണമിയായി വികസിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര സ്വതന്ത്ര വിജ്ഞാന ഗവേഷണ വികസന കേന്ദ്രമായ ICFOS, ICT അക്കാദമി ഓഫ് കേരളയുടെ വിവിധ സാങ്കേതിക വിഷയങ്ങളിലുള്ള പരിശീലന പരിപാടികൾ തുടങ്ങിയവ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. സർവതല സ്പർശിയായ സാമൂഹ്യ പുരോഗതിയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. മികച്ച വൈജ്ഞാനിക സമൂഹം, IT പാർക്കുകളുടെ മികച്ച പ്രകടനം, ചടുലമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ, ശക്തമായ നേതൃത്വം എന്നിവ കേരളത്തിൽ ശക്തമായൊരു IT സംവിധാനം രൂപപ്പെടുത്തി. ഇവയെല്ലാം കേരളത്തിന്റെ മുന്നോട്ടുള്ള IT പ്രയാണത്തിന് കരുത്താണ്. In a nutshell, if I say that citizens are also becoming more and more digitally literate, they also want all the services to be easily accessible to them, and that's why we are working on to integration of the service delivery platform. That is very, very important for us, so that citizens are able to access the government services in a most convenient way. നവകേരളത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. The future is here.